ഷീലമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷീലമ്മസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ കർക്കിടക ഒന്നാണെന്ന്. അപ്പൊ നമ്മൾ കർക്കിടക മാസം ഒരു എന്താ പറയുക, ആരോഗ്യത്തിന് ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ രാമായണ പാരായണം നടത്തുന്ന മാസമാണ്. കർക്കിടക മാസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ ധാരാളം മരുന്ന് കഞ്ഞികളൊക്കെ പലതരത്തിലുള്ളത് വെച്ച് കഴിക്കാറുണ്ട് ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കഞ്ഞികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓരോന്നായിട്ട് വെച്ച് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഉലുവ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഉലുവ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ബലം നൽകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഉലുവ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. ഉലുവ ഇപ്പം നമ്മൾ നടുവിനെ ഉരുക്ക് പോലെ ആക്കുമെന്നാണ് പറയുന്നത് ഉലുവ. അപ്പോൾ പണ്ടുകാലത്തല്ല, ഈ അടുത്ത ഞങ്ങളുടെയൊക്കെ കാലം വരെ ഉലുവ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉലുവ ലേഹ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലെങ്കിലും ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു നല്ല സാധനമാണ്. പക്ഷെ ലേഹ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അത്രയും അങ്ങോട്ട് പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ഫ്രൈ പാന് ഒന്ന് ഫ്ലെയിം കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഉലുവ കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഉലുവ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നെയ്യ് ഇടുക. നെയ്ക്കകത്ത് വേണം നമ്മുടെ ഉലുവ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഇനി ഉലുവ ഇതൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ആള് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ആവശ്യത്തിന് എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ കൂടുതലിട്ട് റെഡിയാക്കണം. ഞാൻ അതിലേക്ക് ഉലുവ ഇടുകയാണ്. അപ്പോൾ ഞാനിടുന്നത് ഒരു കപ്പ് ഉലുവയാണ് ഇടുന്നത് കേട്ടോ. ഉലുവ എന്ന് പറഞ്ഞാൽ ഒരു 150 ഗ്രാമോളം ഉലുവയുണ്ട് കേട്ടോ. ഇതിനെ നമ്മളൊന്ന് വറുത്തെടുക്കണം ആദ്യം. ഒരുപാട് മൂപ്പിച്ച് വറുത്ത് അതിന് കരിച്ചോവ വരാൻ പാടില്ല. നല്ല പാകത്തിനൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ ഉലുവ ഏകദേശം വറന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉലുവ ഒന്ന് പതുക്കെ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് തീരെ പൊടിയായിട്ട് പൊടിക്കരുത്. ഒരു തരിയൊക്കെ ഉള്ള വിധം ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. തീരെ പൊടിയാകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ അടി കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് കറക്കിയെടുക്കാം. ശരിക്കുള്ള പാകമെന്ന് പറഞ്ഞാൽ ഇതാ നല്ല കരികരിപ്പ് വേണം കേട്ടോ. അല്ലാതെ പൊടി പോലെ ആക്കരുത് ഉലുവ. ഇങ്ങനെ ഉലുവ ലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പൊടിക്കുക പോലും ചെയ്യത്തില്ല. ഉലുവ ഒന്നാടെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിത് ഉലുവ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് എടുത്തു. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈയിങ് പാൻ തന്നെ ഒന്നും കൂടെ വെച്ച് അതിന് ഫ്ലെയിം കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒഴിക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര പാനി. ഇത് ഞാൻ ഒരു 150 ഗ്രാം ഉലുവയ്ക്ക് ഒരു 150 ഗ്രാം ശർക്കര തന്നെ ധാരാളം. 100 ഗ്രാം ശർക്കര ആയാലും മതി. വെറുതെ ആവശ്യമില്ലാതെ കൂടുതൽ മധുരം വേണ്ട. പിന്നെ ഉലുവയ്ക്ക് കയ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ
അതിന് കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ആ കയ്പില്ലാതെ കഴിക്കാൻ പറ്റൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ആ നെയ്യൊക്കെ നന്നായിട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ നെയ്യ് അതിനകത്ത് കുറച്ച് ഇട്ട് വറുത്തപ്പം ഇട്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ശർക്കരയിൽ നിന്ന് നന്നായിട്ട് നമ്മളതിനകത്ത് കരടൊക്കെ കളഞ്ഞ പാനിയാക്കിയാണ് എടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ശർക്കര ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ആ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് അതിനകത്ത് കൂടുതലാണെന്ന് വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ നെയ്യെങ്കിലും ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. നമ്മുടെ ഉലുവ പറയുവാണെങ്കിൽ ഇത് ഉലുവ ലേഹ്യം തന്നെയാണ് കേട്ടോ. അതിനെ നമ്മളിനി ഒന്ന് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടാം. ഓരോ ഉരുള എടുത്തിങ്ങനെ തിന്നാം, നല്ല മിഠായി പോലെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. അപ്പോൾ ഞാൻ മൊത്തം 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് ആറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉരുട്ടി കാണിക്കാം. അപ്പോൾ ആറുന്നത് വരെ ഇരിക്കട്ടെ. ഉലുവ ഉരുക്കിയത്, ഉലുവ ഉണ്ട പിടിക്കാനൊക്കെ ഉള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ആറി ഇനി നമുക്ക് അതിലേക്ക് അതിനെ ഉരുട്ടി എടുക്കാം. അപ്പോൾ വെള്ളമില്ലാതെ നല്ലോണം തുടച്ച ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ കൈ വെച്ച് ഉരുട്ടി എടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു ലേശം കയ്പ്പ് തോന്നും, പക്ഷെ നമ്മുടെ ആ നെയ്യും ആ ശർക്കരയൊക്കെ കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഓരോ ഉരുള എടുത്ത് ഒരു 5 ദിവസത്തേക്ക് കഴിച്ചാൽ അതിൻ്റെ ഗുണമൊന്ന് വേറെ കേട്ടോ. പക്ഷേ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഉലുവ ലേഹ്യം തിന്നു കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. അതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അത് വയറിൽ ചീത്ത ആണ് വെള്ളവും ഉലുവ ലേഹ്യവും കൂടെ ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉലുവ ലേഹ്യം ഉണ്ടാക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. നല്ല നെയ്യിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നതാണ്. ഞാൻ ഇത്തിരി ഉള്ളതുകൊണ്ടാണ് എനിക്ക് വരട്ടിയെടുക്കാൻ പറ്റിയത്. ഇത് വലിയ ലാർജ് സ്കെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ഇതിപ്പം നമുക്ക് അത്യാവശ്യത്തിന് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം, എനിക്ക് കഴിക്കുകയും ചെയ്യാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നല്ലതാണ് ഈ സമയത്തൊന്നല്ല, എല്ലാ സമയത്തും ഉലുവ ലേഹ്യം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതൊക്കെ മെനക്കെട്ട് ആർക്കും കഴിക്കാനൊന്നും കഴിയില്ലാത്തതുകൊണ്ടാണ് ആരും കഴിക്കാത്തതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക. വെറുതെ എടുത്ത് ഇത്തിരി ഉലുവ മതി. ഞാൻ ആ ഒരു 150 ഗ്രാം ഉലുവയും ഒരു 3-4 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി എടുത്തപ്പോഴത്തേക്ക് അത് ഇത്രയായി കണ്ടോ.
ഇത്ര എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ഒന്നും മറക്കരുത്. ഇത്ര എണ്ണമാണുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.